എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാരിനെയും കോവിഡിൻ്റെ അന്തരീക്ഷത്തിൽ വന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെയും അവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ രണ്ട് സർക്കാരുകളെയും നിയന്ത്രിച്ചത് പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവുമായ പിണറായി തന്നെയാണ്. ആദ്യ മന്ത്രിസഭയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്കും കെ ശൈലജയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ സർക്കാർ അധികാരമേറ്റപ്പോൾ സീനിയറായ എല്ലാ നേതാക്കളെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് പുതുരക്തത്തെ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞ് ബാലഗോപാലും പി രാജീവും എം വി ഗോവിന്ദനും അടക്കമുള്ള ആളുകളാണ്, വീണ ജോർജും വി ശിവൻകുട്ടിയും അടക്കമുള്ള പുതിയ മന്ത്രിമാരാണ് ഈ ക്യാബിനറ്റിൽ ഉള്ളത്. സീനിയേഴ്സ് എന്ന് പറയാൻ ആദ്യ ക്യാബിനറ്റിലും ഇപ്പോഴത്തെ ക്യാബിനറ്റിലുമുള്ള രണ്ട് നേതാക്കൾ ജനതാദളിൻ്റെ കെ കൃഷ്ണൻകുട്ടിയും കോൺഗ്രസ് എസിൻ്റെ കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ്. കെ ശശീന്ദ്രനും അവരുടെ കൂട്ടത്തിൽപ്പെടുന്നു. ഈ രണ്ട് മന്ത്രിസഭകളെയും പൊതുവായി ഭരിച്ചിരുന്നത് ഭയം എന്ന വികാരമാണ്. കേരളം പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരെയും പ്രഗത്ഭരായ മന്ത്രിമാരെയും അവരുൾപ്പെട്ട ക്യാബിനറ്റുകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്യാബിനറ്റിന് കൂട്ടുത്തരവാദിത്വമാണ് ഉള്ളത്. EMSൻ്റെ കാലത്ത് തുടങ്ങിയ ഐക്യമുന്നണി സംവിധാനം, ഐക്യമുന്നണി പരീക്ഷണത്തിൽ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും UDF ആയാലും LDF ആയാലും ക്യാബിനറ്റിൽ ഘടകകക്ഷി മന്ത്രിമാരും കോൺഗ്രസ് നേതൃത്വം നൽകുമ്പോൾ മുഖ്യമായും കോൺഗ്രസ് മന്ത്രിമാരും, CPM നേതൃത്വം നൽകുമ്പോൾ പ്രധാനമായും CPM നേതാക്കളുമാണ് ക്യാബിനറ്റിൽ വരിക. അപ്പോൾ ഈ ക്യാബിനറ്റിൽ മർമ്മപ്രധാനമായ എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ടാവുകയും മുഖ്യമന്ത്രിക്ക് മന്ത്രിമാരിൽ വിശ്വാസം ഉണ്ടാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പക്ഷേ 18 മന്ത്രിമാർ അല്ലെങ്കിൽ 20 മന്ത്രിമാർ മുഖ്യമന്ത്രിയെ തന്നെ ഭയപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു ക്യാബിനറ്റിന് ഫലപ്രദമായി സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകാൻ സഹായിക്കില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഭയമാണ് ക്യാബിനറ്റിലെ മിക്ക മന്ത്രിമാരെയും നയിച്ചിരുന്നത് എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളുകളും DGP ആയിരുന്ന ഉദ്യോഗസ്ഥരും അടക്കം പറഞ്ഞിരുന്നു. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇക്കാര്യം പരസ്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ വകുപ്പിലെയും പ്രധാനപ്പെട്ട ഫയലുകൾ മാത്രമല്ല, അപ്രധാന ഫയലുകൾ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സംഘം പരിശോധിച്ച് അത് മുഖ്യമന്ത്രിയുടെ കയ്യൊപ്പ് ചാർത്തുന്നതുവരെ ഒരു തീരുമാനവും ഉണ്ടാകാത്ത സ്ഥിതിയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തുമുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു നിലപാടിനെ കുറേയൊക്കെ അതിജീവിക്കാൻ മന്ത്രിയായിരുന്ന തദ്ദേശമന്ത്രിയല്ല പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G. സുധാകരനും അതുപോലെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനും പിന്നെ AK ബാലനും
കഴിഞ്ഞിരുന്നു. കെ ശൈലജയ്ക്കും ഒരു പരിധിവരെ ഭയം കുറഞ്ഞ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൽ എല്ലാ അധികാരങ്ങളും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥ പൂർണ്ണമായി. അതോടുകൂടി ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഭയം ഇരട്ടിക്കുകയും മന്ത്രിമാരെയും ക്യാബിനറ്റിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും എല്ലാം ഭയം വേട്ടയാടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുതന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ പിണറായി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം.